വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഫ്രണ്ട്സി പൂൾ. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് നിതിൻ. കൂടെ മെജോം ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നു കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഇന്നത്തെ വീഡിയോ ഒരു റിവ്യൂ വീഡിയോ ആണ്, അല്ലെങ്കിൽ ഇതൊരു ഒപ്പീനിയൻ ആണ് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് എന്ന മൂവിനെ പറ്റിയിട്ട്. ഇന്നലെ ഇറങ്ങിയ മൂവിയാണ്, MCയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംഭവം. സോ നമുക്ക് നേരെ റിവ്യൂയിലേക്ക് പോവാം, ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാണ്ട് തന്നെ. അപ്പോൾ ക്യാപ്റ്റൻ അമേരിക്ക തിരിച്ചു വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ പുതിയ ക്യാപ്റ്റൻ അമേരിക്ക എന്ന് പറയാം. സാം വിൽസൺ, നമുക്ക് മുമ്പ് ഫാൽക്കൺ എന്ന് ഇറങ്ങിയിരുന്ന ആ ഒരു ക്യാരക്ടറാണ് നമ്മുടെ ആ ഒരു ക്യാപ്റ്റൻ അമേരിക്കയുടെ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത് ബ്രേവ് ന്യൂ വേൾഡ് എന്ന പടത്തിൽ. അതുപോലെ തന്നെ ഹാരിസൺ ഫോർഡ് താഡിയസ് തണ്ടർബോൾട്ട് റോസ് എന്ന കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നു. ഇത് മുമ്പ് അഭിനയിച്ചത് വില്യം ഹേർട്ട് എന്ന ആക്ടറാണ്. പുള്ളിക്കാരൻ്റെ മരണത്തിന് ശേഷം റീകാസ്റ്റ് ചെയ്ത് ഹാരിസൺ ഫോർഡാണ് ഈ കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത്. അതുപോലെ തന്നെ ഡാനി റെമീറസ് എന്ന് പറഞ്ഞ ആക്ടർ ഇതിൽ വക്കീൻ ടോറസ് എന്ന് പറഞ്ഞ പുതിയ ഫാൽക്കണായിട്ടും അഭിനയിക്കുന്നു. പടത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു ഇൻട്രോ ഫൈറ്റാണ്. പുതിയ സ്യൂട്ടിൻ്റെയും ആ ഒരു ഷീൽഡും നല്ല രീതിയിൽ സാം ഉപയോഗിക്കുന്നതൊക്കെ കാണിക്കുന്നത്. ആ ഒരു തുടക്കം തന്നെ നല്ലൊരു രീതിയിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു മൂവി. ഈ ഒരു മൂവി കൂടുതലും നമ്മുടെ മുമ്പത്തെ ഒരു വിന്റർ സോൾജറിൻ്റെ ഒരു മൂഡ് പോലെയാണ് പോകുന്നത്. കുറച്ച് സസ്പെൻസും നല്ല രീതിയിൽ അതിങ്ങനെ ടെൻഷൻ കയറ്റിക്കൊണ്ടുവരുന്ന പോലെ സംഭവങ്ങളൊക്കെ. ഇതിൻ്റെ സ്റ്റോറിയും സെറ്റപ്പും കാര്യങ്ങളൊക്കെ നല്ലത് തന്നെ ആയിരുന്നു, പക്ഷെ അത് നല്ല രീതിയിൽ അങ്ങോട്ട് വർക്കൗട്ട് ആവാത്ത പോലെയാണ് തോന്നിയത്. അതായത് അത്ര ഇൻറ്റൻസ് ആയിരുന്നില്ല ചില സമയങ്ങളിലൊക്കെ. ആ ഒരു കയറിപ്പോണ ഒരു ഇത് നമ്മുടെ വിന്റർ സോൾജറിലാണെങ്കിൽ അത് ആ ഒരു ഇങ്ങനെ ഹൈപ്പ് കയറി പോകുന്ന ഒരു സംഭവം പോലെ ആയിരുന്നു. പക്ഷെ ഇതിൽ ആ ഒരു സംഭവം നന്നായിട്ട് ലാക്ക് ചെയ്യുന്ന പോലെ തന്നെ തോന്നി ഈ ഒരു പടത്തിൽ. പിന്നെ ഫൈറ്റ് സീക്വൻസിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല സീനുകളൊക്കെ തന്നെയുണ്ട്. ആ ഏരിയൽ ബാറ്റിൽസ് ആണ് നമ്മൾ എടുത്തു പറയുന്നത്. കാരണം ആ ഒരു ക്യാരക്ടർ ഫാൽക്കൺ എന്ന് പറഞ്ഞ ക്യാരക്ടർ തന്നെയാണ് ക്യാപ്റ്റൻ അമേരിക്ക. അപ്പോൾ ആ ഒരു വിങ്സിൻ്റെ സംഭവത്തിൻ്റെയൊക്കെ യൂസേജ്, ആ സ്യൂട്ടിൻ്റെ കൂടുതൽ ഉപയോഗിക്കുന്നതും അത് എന്തോരം പവർഫുൾ ആണ് ആ സ്യൂട്ട് എന്നൊക്കെ നല്ല രീതിയിൽ തന്നെ കാണിക്കുന്നുണ്ട് ഏരിയൽ ബാറ്റിൽസിലൊക്കെ. ഹി ലുക്സ് റിയലി ഗുഡ്. കാരണം സൂപ്പർ സീറം എടുത്തിട്ടുള്ള ഒരാളൊന്നല്ല ഈ ക്യാരക്ടർ. അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറവുകൾ നമുക്ക് പല ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ആ സ്യൂട്ട് എന്തോരം ഹെൽപ്ഫുൾ ആണെന്നുള്ളത് തന്നെ നമുക്ക് മൊത്തത്തിൽ അറിയാം ഈ ഒരു മൂവി കാണുമ്പോൾ. പിന്നെ ഇതിലെടുത്ത് പറയേണ്ടത് ക്യാപ്റ്റൻ അമേരിക്കയും പുതിയ ഫാൽക്കണായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പാണ്. സാമും വക്കീനും തമ്മിലുള്ളത് അതൊരു ബ്രദർഹുഡ് പോലെ തന്നെയാണ് തോന്നിയത്. അവർ നല്ല ഒരു കോമ്പിനേഷൻ പോലെ തോന്നി. അത്യാവശ്യം ചില സമയങ്ങളിലൊക്കെ അവരെ കോമഡിയും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ആൻഡ് ഇറ്റ് വാസ് ലുക്കിംഗ് ഗുഡ് ആക്ച്വലി. പിന്നെ പറയാനുള്ളത് ഓഫ് കോഴ്സ് ഹാരിസൺ ഫോർഡിൻ്റെ ക്യാരക്ടറാണ്. അതിലത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് താഡിയസ് റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ. അത് അടിപൊളിയായിട്ട് പുള്ളിക്കാരൻ കൈകാര്യം ചെയ്യുന്നുണ്ട് തന്നെ പറയണം. കാരണം ഈ ഒരു ക്യാരക്ടർ ഒരു ഭയങ്കര റൂഡും ഇതായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഇദ്ദേഹം പ്രസിഡന്റ് ആയിട്ട് മാറുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് അത് ക്യാരി ചെയ്ത് പോകേണ്ടത്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഈഗോവും ഇദ്ദേഹത്തിന്റെ ഒളിഞ്ഞിരിക്കുന്ന കുറേ സത്യങ്ങളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് തന്നെ ഇയാളെ ഇഷ്ടപ്പെടാണ്ടായി തുടങ്ങും. പക്ഷെ ആഫ്റ്റർ ഓൾ ഹീ ഈസ് ഓൾസോ എ ഹ്യൂമൻ. ആന്റണി മാക്കി ക്യാപ്റ്റൻ അമേരിക്കയായിട്ട് വരുമ്പോൾ കുറച്ച് ഡിഫറൻറ്റ് തന്നെയാണ്. സ്റ്റീവ് റോജേഴ്സ് ക്യാപ്റ്റൻ അമേരിക്ക പോലെയല്ല. പക്ഷെ ഈ പടത്തിലുള്ള ക്യാരക്ടറിന് തന്നെ അത് സെൽഫായിട്ട് അറിയുന്ന ഒരു സംഭവമാണ്. കാരണം പുള്ളിക്കാരൻ ഡിഫറൻ്റ് ആണ്. അതുപോലെ തന്നെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഐഡിയൽസ് ഒക്കെ ഒരുപോലെ ഷെയർ ചെയ്യുന്നുണ്ട്. കാരണം എന്ത് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരു വിൽ പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഹി ഈസ് ഡിഫറെൻറ്റ് ഇൻ ഹിസ് ഓൺ വേ. പുള്ളിക്കാരൻ്റെ വേയിൽ വേറൊരു ക്യാപ്റ്റൻ അമേരിക്ക തന്നെയാണ് ഇദ്ദേഹം. ആൻഡ് ഐ തിങ്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് തന്നെ പറയണം. കാരണം അത്ര പവർഫുൾ അല്ലെങ്കിലും ഹി ലുക്സ് ജെനുവിൻ ആസ് ദാറ്റ് ക്യാപ്റ്റൻ അമേരിക്ക ഫോർ മീ. ഇനി വില്ലന്മാരുടെ ഇതിലേക്ക് വരുമ്പോൾ ജിയോൺ കാർലോ എസ്പോസിറ്റോൻ്റെ ക്യാരക്ടറായിട്ടുള്ള സൈഡ് വൈൻഡർ, സെർപ്പന്റ് സൊസൈറ്റിയുടെ ലീഡർ, ഇദ്ദേഹത്തിൻ്റെ റോള് കുറേയൊക്കെ വേസ്റ്റ് ചെയ്ത പോലെയാണ് തോന്നിയത്. കാരണം ഇദ്ദേഹം വരുമ്പോൾ ആ ഒരു പേടിപ്പിക്കുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണ് കുറേ സമയത്തും. പക്ഷെ അതിനൊരു ഇമ്പാക്റ്റ് ഇല്ലാണ്ടായി പോയി ഈ മൂവിയിൽ ത്രൂ ഔട്ട്. സൈഡാക്കി വെച്ച പോലെ, സൈഡ് വൈൻഡർ എന്ന പേര് പോലെ തന്നെ സൈഡാക്കി വെച്ച പോലെ തന്നെ തോന്നി ചില സമയങ്ങളിലൊക്കെ. ആൻഡ് ഐ തിങ്ക് ഹി കുഡ് ഹാവ് യൂസ് ഈ ഒരു ക്യാരക്ടറിനെ കുറേയും കൂടി യൂസ് ചെയ്യാൻ പറ്റിയിരുന്നു എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ അടുത്ത വില്ലൻ്റെ കാര്യം പറയണമെങ്കിൽ ലീഡറിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ലീഡറിൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ ഡിസൈൻ കോമിക്സ് വെച്ച് നോക്കുമ്പോൾ ഹീ ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഇതിൽ ആണെങ്കിൽ ഭയങ്കര മോശമായിട്ടുള്ള വർക്ക് തന്നെയാണ് ഇദ്ദേഹത്തിന് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഫേസും കാര്യങ്ങളൊക്കെ ഐ ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ്. ഭയങ്കര ബാഡ് തന്നെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ. ആൻഡ് ആസ് എ വില്ലൻ ഐ ഡോണ്ട് നോ, തിങ്കിങ് കേപ്പബിലിറ്റീസ് ഇനിയും യൂസ് ചെയ്യായിരുന്നു. കാരണം ഈ ക്യാരക്ടർ അങ്ങനെയാണ്, മൈൻഡ് ഗെയിംസ് ആണ് കൂടുതൽ കളിക്കുന്നൊരു മെയിനായിട്ടുള്ളൊരു സംഭവം. അത് കുറച്ചും കൂടി കൂടുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്യായിരുന്നു എന്ന് തോന്നിപ്പോയി ഇദ്ദേഹത്തിൻ്റെ തിങ്കിങ് കേപ്പബിലിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓവറോൾ പറയുകയാണെങ്കിൽ മൂവി ഒരു നല്ല ഫാസ്റ്റ് പേസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇഷ്ടംപോലെ കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് റെലവൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓരോന്നും വന്ന് പോകുന്നത്. പക്ഷേ ഒന്നും അങ്ങോട്ട് ചില സമയത്ത് കണക്റ്റ് ആവാത്ത പോലെയാണ് ഫീൽ ചെയ്തത്.
ഈ ഒരു മൂവി കാണുമ്പോൾ. എന്താണെന്ന് വെച്ചാൽ അവർ എന്തൊക്കെയോ MCU കുറേ കാര്യങ്ങൾ മുന്നോട്ട് വെക്കാൻ തന്നെ നോക്കുന്നുണ്ട്. ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു മൂവിയാണ്. കാരണം നമ്മൾ ഔട്ട് ഓഫ് സ്പേസും കാര്യങ്ങളൊന്നുമല്ല. ഈ ഒരു എർത്തിൽ നടക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അത് കാണിക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ് തന്നെയാണ് വരുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ചില സമയങ്ങളിലൊക്കെ കൈവിട്ട് പോകുന്ന പോലെയും തോന്നിയിട്ടുണ്ട്. ഓവറോൾ ഒരു നല്ല വാച്ച് എന്ന് തന്നെ പറയാം. ബോർ അടിച്ചിട്ടില്ല എനിക്ക് ഈ മൂവി കണ്ടിട്ട്. ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും ഫൈറ്റ്സും കാര്യങ്ങളൊക്കെ അധികം ഫൈറ്റ്സ് ഇല്ലെങ്കിലും പക്ഷേ ഉള്ളതൊക്കെ നല്ല രീതിയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ ലാസ്റ്റ് എൻഡിങ് പാർട്ട് പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. അത് ട്രെയിലറിൽ കുറേയൊക്കെ തന്നെ കാണിച്ചു പോയിട്ടുണ്ട് ഈ ഒരു മൂവിയുടെ തന്നെ. റെഡ് ഹൾക്കും ക്യാപ്റ്റൻ അമേരിക്കയും തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് സീക്വൻസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ലുക്ക്ഡ് ഗുഡ്. ആ ഒരു ഫൈറ്റും സംഭവങ്ങളൊക്കെ. ഓവറോൾ ഒരു റേറ്റിംഗ് പറയുകയാണെങ്കിൽ ഒരു 3 ഔട്ട് ഓഫ് 5 കൊടുക്കാൻ പറ്റുള്ളൂ ഈ ഒരു മൂവിക്ക്. ബിക്കോസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോയതാണെങ്കിലും ദർ വാസ് സംതിങ് മോർ ദേ കുഡ് ഹാവ് ഡൺ. കുറച്ചുകൂടി കൂടുതൽ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. സോ ഇത്രയുമാണ് ഇപ്പോൾ ഈ ഒരു മൂവിയുടെ റിവ്യൂവിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ. ഇനി ഇതിന് റിലേറ്റഡ് ആയിട്ട് ചിലപ്പോൾ ഒരു വീഡിയോ വരുന്നുണ്ടാവും. ഒരു സ്പോയിലർ റിവ്യൂ നോക്കുന്നുണ്ട്. മേ ബി ഉള്ളി. പിന്നെ അതിൽ പറ്റിയിട്ടുള്ള ഈസ്റ്റർ എഗ്സും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ക്രെഡിറ്റിനെ പറ്റിയിട്ടുള്ളതൊക്കെ. സോ ലെറ്റ്സ് സീ. പടം കണ്ട നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻസിൽ അറിയിക്കുക. ഹൗ യു ഫെൽറ്റ് ഇറ്റ്. സോ വിൽ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ.